ഹലോ, നമസ്കാരം. ഞാൻ അനഘ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേരള സെറ്റ് അറിയാലോ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിന്റെ സിലബസ് ഡിസ്കഷൻ ആണ്. അതായത് ഈ സിലബസിൽ ജനറൽ പേപ്പർ നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചു തീർക്കാം, എത്ര സമയം വേണ്ടി വരും, എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം. അറിയാമായിരിക്കും ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് പാസ് ആവണം, സെറ്റ് ക്വാളിഫൈ ആവണമെങ്കിൽ 50% മാർക്ക് വേണം. അപ്പോൾ ആ 50%-ൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ സബ്ജക്റ്റിനോടൊപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ജനറൽ പേപ്പറും. അപ്പൊ എങ്ങനെ ജനറൽ പേപ്പർ പഠിക്കാം, എന്തെല്ലാമാണ് ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. സോ യൂണിറ്റ് 1 ജനറൽ സ്റ്റഡീസ് ആണ് ഇവിടെ വരുന്നത്. ജനറൽ സ്റ്റഡീസിൽ വരുന്ന ടോപ്പിക്സ് വരുമ്പോൾ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 എന്ന് വിട്ട് അതിന് തന്നെ നമുക്കൊരു സബ് ഡിവിഷൻ വരുന്നുണ്ട്. സോ ഇതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മളെല്ലാവരും അധ്യാപനം, അതായത് BEd കഴിഞ്ഞവരായിരിക്കും. നമ്മൾ ഓൾറെഡി സ്കൂൾസിൽ ടീച്ചിങ് പ്രാക്ടീസിനും കാര്യങ്ങൾക്കും ഒക്കെ പോയവരായിരിക്കും. അപ്പം നമ്മുടെ ബേസിക് ആയിട്ടുള്ള സബ്ജക്ട് നോളജ് നമുക്ക് എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്സിനെ പറ്റിയിട്ട് ഏകദേശ ധാരണ നിങ്ങളെല്ലാവരിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയാൽ ജനറൽ സയൻസ്, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി അപ് ടു 10th ലെവൽ ബേസിക്സ് എന്തെല്ലാമാണ്. ഇപ്പൊ സയൻസിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ആസിഡ്, ബേസ്, സോൾട്ട്സ്, ഓർഗാനിക് കെമിസ്ട്രിയുടെ കുറച്ച് ഭാഗം, പിന്നെ നമ്മൾ പഠിക്കാറുള്ള ലൈറ്റ്, റിഫ്ലക്ഷൻ, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. മാത്സിലാണെങ്കിൽ റാഷണൽ നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ്, മീൻ, മീഡിയൻ, മോഡ്, ആ ഒരു ഡേറ്റ, ദെൻ പ്രോബബിലിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ബയോളജി, ഇപ്പൊ ഇങ്ങനെ കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, ഈ ഒരു ഡിവിഷനിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്സിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അപ് ടു 10th നമുക്ക് എല്ലാവർക്കും ഏതൊരു സ്ട്രീമിലുള്ള ഒരാൾക്കാണെങ്കിലും ഏകദേശ ധാരണ ഉണ്ടാകും. അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്, ഇപ്പൊ എക്കണോമിക്സ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, ഇന്ത്യൻ പൊളിറ്റി, ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്സിനെ ബേസ് ചെയ്തിട്ടാണ്. SCERT ടെക്സ്റ്റ് ബുക്സിനെയും അതുപോലെ തന്നെ കുറച്ച് NCERT റെഫറൻസും കൂടെ വേണം. പക്ഷെ സെറ്റ് കേരളത്തിന്റെ സിലബസ് ബേസ്ഡ് ആയതുകൊണ്ട് നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുക ഏത് ടെക്സ്റ്റ് ബുക്സിനായിരിക്കണം, നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ടെക്സ്റ്റ് ബുക്സിനാണ് ഇമ്പോർട്ടൻസ് വരിക. ഇനി ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് കുറച്ചെങ്കിലും പഠിക്കാൻ ഡിഫിക്കൽട്ടായി വരുന്ന 2 പോർഷൻസ് മൊഡ്യൂൾ 3 ആൻഡ് മൊഡ്യൂൾ 4 ആണ്. കാര്യം മൊഡ്യൂൾ 3ൽ നോക്കിയ ഹ്യൂമാനിറ്റീസ്, ലിറ്ററേച്ചർ, ക്ലാസിക്സ് ആൻഡ് മാസ്റ്റർ പീസസ് ഓഫ് വേൾഡ് ആൻഡ് ഇന്ത്യൻ ലിറ്ററേച്ചർ, ആർട്ട്, മേജർ ആർട്ട് ഫോംസ് ഓഫ് ഇന്ത്യ ആൻഡ് കൾച്ചർ, ലൈഫ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ ആൻഡ് കേരള സ്റ്റഡി, സോഷ്യൽ റിഫോംസ്, നാഷണൽ മൂവ്മെന്റ്സ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ. ഈ 2 മൊഡ്യൂളും നമുക്ക് സമയം വേണ്ടുന്നതാണ്. അപ്പൊ ഈ ഒരു 4 മൊഡ്യൂളിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് 2 മൊഡ്യൂൾ നമ്മുടെ കയ്യിൽ കോൺഫിഡന്റ് ആയിട്ടിരിക്കും ഇല്ലേ, ഫസ്റ്റ് യൂണിറ്റിൽ. അത് കഴിഞ്ഞിട്ടുള്ള 2 മൊഡ്യൂൾസ് നമ്മൾ എന്തൊക്കെ ടെക്സ്റ്റ് റെഫർ ചെയ്യണം. ഇപ്പൊ സോഷ്യൽ അനാട്ടമി ടെക്സ്റ്റ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടുത്തെ എന്താണ് കൾച്ചർ, ആ ഒരു പോർഷൻ, അത് നമുക്ക് മേജർ ആയിട്ടുള്ള കൾച്ചറിനെ പറ്റിയിട്ടുള്ള കൃത്യമായ ധാരണ കിട്ടും. സോഷ്യൽ റിഫോംസ്, നാഷണൽ മൂവ്മെന്റ്സ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് നമ്മുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്സിൽ തന്നെ ഒരു പരിധി വരെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, SCERT ടെക്സ്റ്റ് ബുക്സ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, ഗോ ത്രൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ യൂണിറ്റ് 1ന്റെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. ഈ ഒരു 2 മൊഡ്യൂൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. യൂണിറ്റ് 2 നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 2 എന്ന് പറയുന്ന ലാംഗ്വേജ് ആൻഡ് റീസണിങ്. ദാറ്റ് ഈസ് മൊഡ്യൂൾ 1 കോംപ്രിഹെൻഷൻ ആൻഡ് വൊക്കാബുലറി, പാസേജ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കുഞ്ഞുകാലം തൊട്ടേ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക് അവിടെ വരുന്നുണ്ട്. പിന്നെ ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി ആൻഡ് ന്യൂമറസി സ്കിൽസ്. അതായത് എല്ലാ നമ്മുടെ പരീക്ഷകൾക്കും ഏതൊരു എക്സാം, എൻട്രൻസ് എക്സാം എടുത്താലും അതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി. സോ ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഒറ്റ വഴിയുള്ളൂ, പ്രാക്ടീസ്. നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു ആ ഒരു വഴിയിലൂടെ നമുക്ക് ഈ ടോപ്പിക്കും ഈസി ആയിട്ട് കവർ ചെയ്യാം. അപ്പൊ യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2 നോക്കുകയാണെങ്കിൽ 2 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് കുറച്ചെങ്കിലും പഠിച്ചെടുക്കണം എന്നുള്ളത്. ഒന്ന് മാസ്റ്റർ പീസ് ആൻഡ് ആർട്ട് ഫോംസ്, ലിറ്ററേച്ചർ, ഹ്യൂമാനിറ്റീസ് ബേസ് ചെയ്ത് വരുന്നതും, ദെൻ അബൌട്ട് ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുറച്ച് നന്നായിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്ത് പഠിക്കേണ്ടി വരും. അടുത്ത നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂണിറ്റ് 3. യൂണിറ്റ് 3ല് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4, മൊഡ്യൂൾ 5, മൊഡ്യൂൾ 6, മൊഡ്യൂൾ 7 വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കാം, ഞങ്ങൾ CCയിലെ പിള്ളേരെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് അറിയോ. എല്ലാ വീക്കിലും ഡെയിലി ബേസിസിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ്
പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് വീക്ക്ലി കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഒരു എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ മുന്നേ ഉള്ള കാര്യങ്ങളും ഇന്നുള്ള കാര്യങ്ങളിലും നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കും. അതിപ്പോൾ ഏതൊരു കോഴ്സ് എടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും വി ആർ പ്രൊവൈഡിങ് കറണ്ട് അഫയേഴ്സ് ക്ലാസ് സ്പെഷ്യലി. അത് എന്തിനാന്ന് വെച്ചാൽ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ഒരു ഫോട്ടോ നിങ്ങളിപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞവർക്ക് അറിയാമായിരിക്കും നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒരു ദിവസത്തെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, എന്തെല്ലാം പുതിയ കാര്യങ്ങൾ നടന്നു എന്നുള്ളതിന്റെ ഒരു സ്നിപ്പ് എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പിലേക്കും ഞങ്ങളുടെ കുട്ടികളുടെ ഗ്രൂപ്പ്സിലേക്ക് ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വലിയൊരു ഭയം വേണ്ടി വരില്ല. കാര്യം എന്താണ്, ഡെയിലി ഉള്ള കോൺസെപ്റ്റും ഡെയിലി നടക്കുന്ന കാര്യങ്ങളും ഒരു ന്യൂസ് പേപ്പർ വായിച്ചെടുക്കേണ്ട ബുദ്ധിമുട്ടില്ലാണ്ട് അവർക്ക് ഒരു PDF ആയിട്ട് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു പേപ്പർ കട്ടിംഗ് ആയിട്ട് കിട്ടാറുണ്ട്. സോ അതാണ് ഇവിടെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട. പിന്നെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഒക്കെ അറിയാമായിരിക്കണം. മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം പേഴ്സൺസ് ആൻഡ് അവാർഡ്, സ്പോർട്സ് ആൻഡ് ഗെയിംസ്. കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഇപ്പം നമ്മുടെ ഇതിനകത്ത് വന്നിരിക്കുന്ന വ്യത്യസ്തതകൾ, അതായത് ഇപ്പം നമ്മുടെ UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ഉണ്ട്. അതുപോലെ തന്നെ SCRT എന്തെങ്കിലും പുരോഗമനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, NCERT എന്തെങ്കിലും പുതിയ രീതികൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് NEP ഇപ്പം ഇനിയുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം നമുക്ക് NEP പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഇവിടെ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നടന്നിട്ടുള്ള മൂവ്മെന്റ്സ്, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റീസ് ആൻഡ് ലെജിസ്ലേഷൻസ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവലിൽ എന്തെല്ലാം ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു പുസ്തകമായിട്ട് കറണ്ട് അഫയേഴ്സ് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഗെറ്റ് സം സോഴ്സ്. ആ ഒരു സോഴ്സ് കിട്ടാൻ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം. കാര്യം നമ്മൾ അത് കൃത്യമായി ഡേ ബൈ ഡേ ഞങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കറണ്ട് അഫയേഴ്സ്. അതാണ് ആ ഒരു മൊഡ്യൂളിൽ വരിക. ദെൻ ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഇവിടം തൊട്ട് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷണൽ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷണൽ സൈക്കോളജി BEd കഴിഞ്ഞ കുട്ടികൾക്ക് വളരെ എളുപ്പമായിരിക്കും ഇത് പഠിക്കാനായിട്ട്. ഇവിടെ നോക്കിയേ, എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ വരുന്ന എന്താണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് മേജർ ഫിലോസഫിക്കൽ ഡിവിഷൻസ്. അറിയാമായിരിക്കും നമ്മുടെ ഫിലോസഫിക്കൽ ഡിവിഷൻസ്. അതിൽ എന്താണ് ഒരു ടീച്ചറിന്റെ കോൺസെപ്റ്റ്, എന്താണ് ഫ്രീഡം, ഡിസിപ്ലിൻ. ഈ ഓരോ സ്കൂൾസ് ഇപ്പം ജൈനിസം, ബുദ്ധിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം, അങ്ങനെ നമ്മൾ ഓരോ ഇസംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട്. സോ ഈ ഓരോ ഇസംസ് ആരാണ് കൊണ്ടുവന്നത്, അവിടെ ടീച്ചറിന്റെ റോള് ഫെസിലിറ്റേറ്റർ ആണോ, ലെക്ചറർ ആണോ, അതേ എന്താണ് ഒരു എക്സ്പെരിമെന്റൽ മോഡൽ ആണോ, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കണം. സോ ഈ ഒരു മേജർ ഫിലോസഫിക്കൽ സിസ്റ്റത്തിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ നിന്നൊന്നും എഴുതാൻ പറ്റില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് എമിനന്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ. അപ്പൊ ഇതെല്ലാം നമ്മുടെ BEd ടോപ്പിക്സിൽ വരുന്ന സിലബസിൽ BEd ടോപ്പിക്സിനെ ബേസ് ചെയ്ത് വരുന്നിട്ടുള്ള കാര്യങ്ങളാണ്. വാല്യൂ എന്താണ് വാല്യൂ എഡ്യൂക്കേഷന്റെ പ്രാധാന്യം, റിലീജിയസ് ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ ആൻഡ് എങ്ങനെയാണ് നമുക്ക് വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, വാല്യൂ ക്രൈസിസ് എന്ത്. അപ്പൊ ഇതൊക്കെ എങ്ങനെയായിരിക്കും വരിക എന്ന് പറയും. ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം വരുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടാണ്. കൃത്യമായിട്ട് ഒരു കാര്യം ആര് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്ക് കൃത്യമായ ഒരു പഠന രീതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ക്ലാസിഫൈ ചെയ്ത് പഠിക്കാൻ പറ്റൂ. അപ്പൊ ഇതിനൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കണം. ആദ്യം ബ്ലൂ പ്രിന്റ് ഓൾറെഡി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ മാർക്കിനെ ബേസ് ചെയ്തിട്ട് ഇതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കാം. കാര്യം ഗാന്ധിജി, രവീന്ദ്രനാഥ് ടാഗോർ, വിവേകാനന്ദ ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് BEd പഠിക്കുന്ന സമയത്ത് പഠിച്ചു പോകുന്നതാണ്. അപ്പൊ ഇതിനെ പറ്റിയുള്ള ഇവരൊക്കെ എന്താ എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞ, എഡ്യൂക്കേഷണൽ റിഫോംസിന്റെ ബേസിസിൽ ഇവരെന്താ കൊണ്ടുവന്ന, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് ആണ് ഇവിടെ വരാറ്. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ്. എന്താണ് സോഷ്യോളജിയും എഡ്യൂക്കേഷൻ. അവിടെ ഫിലോസഫി ആണെങ്കിൽ ഇവിടെ സോഷ്യോളജിയും എഡ്യൂക്കേഷനും തമ്മിലുള്ള റിലേഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയുള്ള ട്രാൻസ്ഫോർമേഷൻസ്, സോഷ്യൽ ചേഞ്ച്, എഡ്യൂക്കേഷനും സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം ഡിഫറൻസസ് ആണ് വരാറ്, ഇങ്ങനെയുള്ള കോൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഡെപ്ത് നോളജ് തന്നെ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ പഠിക്കാനായിട്ട് വേണം. കാര്യം ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റത്തെ കറണ്ട് അഫയേഴ്സിന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ കറണ്ട് അഫയേഴ്സ് നമുക്ക് തരാവായിരിക്കണം. SCRT ടെക്സ്റ്റ് ബുക്സിനെ പറ്റി നല്ലൊരു നോളജ് നമുക്ക് ഉണ്ടാവണം. ദെൻ നമ്മുടെ BEd സിലബസിനെ കവർ ചെയ്തിട്ട് ഒരുപാട് ടോപ്പിക്സ്, നമ്മുടെ പോളിസീസ്, ഹിസ്റ്ററി നോക്കി. അടുത്ത മൊഡ്യൂൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ ബിഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ കമ്മിറ്റീസ്, എന്തൊക്കെ എഡ്യൂക്കേഷണൽ റിഫോംസിന് വന്ന കമ്മിറ്റീസ് ഏതൊക്കെയാണ്, ഈ കമ്മിറ്റീസ് കൊണ്ടുവന്നിട്ടുള്ള ഇപ്പൊ 3+3 ഫോർമുല, 3 ലാംഗ്വേജ് ഫോർമുല, അതുപോലെ തന്നെ എന്താണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കമ്മിറ്റീസ്. അപ്പോൾ ഓരോ കമ്മിറ്റിയും പഠിക്കണം. എന്താണ് ഓരോ റിപ്പോർട്ട്സ്, ആ റിപ്പോർട്ട് കൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കണ്ടോ. അതുപോലെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്.
ദെൻ അതുപോലെ തന്നെ നോക്കിയേ പ്രോഗ്രാംസ് ഫോർ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, നമുക്ക് സർവശിക്ഷ അഭിയാനൊക്കെ ഇല്ലേ. അപ്പൊ അതിനെപ്പറ്റി എല്ലാം ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ വേണം. നിങ്ങൾ നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കുവാണെങ്കിലും ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ, ഇത് കുറച്ച് ഈസി ആയിട്ടുള്ള ചാപ്റ്റർ. അപ്പോൾ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 എന്ന് വരുമ്പോഴത്തേനും യൂണിറ്റ് 5 നമുക്ക് കുറച്ച് ഈസിയാണ്. കാരണം നേരത്തെ യൂണിറ്റ് 4 നമ്മൾ ഒരുപാട് മൊഡ്യൂൾസ് ഡിസ്കസ് ചെയ്തപ്പോൾ അതെല്ലാം BEd ബേസ് ആണ്, BEd എഡ്യൂക്കേഷണൽ ബേസിസിലാണ്. തിയറീസും കോൺസെപ്റ്റ്സും ഒക്കെ പഠിക്കാൻ നമുക്ക് അധികം സമയം വേണം. എന്നാൽ ഇവിടെ വരുമ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, വാട്ട് ഈസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, എങ്ങനെ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ മാനേജ് ചെയ്യാം, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്താണ്, ടീച്ചിങ് മെത്തേഡ്സ്, ഇന്നത്തെ പുതിയ രീതിയിലുള്ള മെത്തേഡ്സ്, ദെൻ നോക്കുകയാണെങ്കിൽ എങ്ങനെ ലേണിംഗ് തിയറീസ്, ഇവിടെ തിയറീസ് പഠിക്കാനായിട്ടുണ്ട്. സ്കാഫോൾഡിങ് എന്താണ്, മോട്ടിവേഷൻ എന്താണ്, ഇന്റലിജൻസ് എന്താണ്, മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ്, ഇതൊക്കെ നിങ്ങൾ ഒന്ന് കോറിലേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ടോപ്പിക്കാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ എങ്ങനെ നമുക്കൊരു കുട്ടീനെ പഠിപ്പിച്ചെടുക്കാം, എന്തെല്ലാം ടീച്ചിങ് സ്കിൽസ് ആണ് വേണ്ടത്. ദെൻ ഇവാലുവേഷൻ ഇസ് ഓൾസോ ആൻ ഈസി ടോപ്പിക് അല്ലെ. BEd കഴിഞ്ഞു വന്നതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാര്യം എന്താണ്, നമുക്ക് അറിയാം എന്തെല്ലാം ഇവാലുവേഷൻ ആണ് ഇന്നത്തെ മേഖലയിൽ നമ്മൾ യൂസ് ചെയ്യാറ്. എന്താണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, ഇതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് നെഗറ്റീവ്സ് എന്താണ്, എന്തുകൊണ്ട് ഫോർമേറ്റീവ് അസസ്മെന്റിനും സമ്മേറ്റീവ് അസസ്മെന്റിനും പ്രാധാന്യം എഡ്യൂക്കേഷനിൽ വേണം, വൈ വി ഷുഡ് ഹാവ് എ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആൻഡ് വൈ വി ഷുഡ് ഫോക്കസ് ഓൺ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് എ സ്റ്റുഡന്റ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രേഡിങ് എന്താണ് അബ്സല്യൂട്ട് ഗ്രേഡിങ് ആൻഡ് റിലേറ്റീവ് ഗ്രേഡിങ്, എങ്ങനെയാണ് ഫീഡ്ബാക്കും റെമഡിയേഷനും എഡ്യൂക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ എൻഹാൻസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 4 ഇവാലുവേഷനിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. മൊഡ്യൂൾ 3 ലേണിംഗിലാണ് ലേണിംഗ് തിയറീസ് വരുന്നത്. ദെൻ നിങ്ങൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇതും നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. കാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആൻഡ് ICT. കമ്മ്യൂണിക്കേഷൻ നമുക്ക് പിന്നെയും നമുക്ക് കുറച്ച് നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ അടുത്ത ടോപ്പിക്കിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വരുമ്പോൾ ഇന്നത്തെ ടെക്നോളജി റിലേറ്റഡ് അപ്ഡേഷൻസ് ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കണം. നോക്കിയേ കമ്മ്യൂണിക്കേഷനിൽ നോക്കിയേ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ എന്താണ് അതിന്റെ മീനിങ്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഒരു മേജർ സ്കില്ലായിട്ട് ആക്ട് ചെയ്യുന്നത്, എന്താണ് കമ്മ്യൂണിക്കേഷൻ ഒരു ക്ലാസ് റൂമിലുള്ള പ്രാധാന്യം, ഇന്ററാക്ഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ അത് ക്ലാസ് റൂമിനെ അഫക്റ്റ് ചെയ്യും. സോ ഇതെല്ലാം വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മളെ കൊണ്ട് എഴുതാൻ പറ്റുമല്ലോ. പക്ഷേ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡോ അല്ലെങ്കിൽ കേസ് സ്റ്റഡി ബേസ്ഡോ ആയിട്ടാണ് നിങ്ങൾക്ക് സെറ്റിന് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതെങ്കിൽ ഈ ടോപ്പിക്കിനെ പറ്റി കൃത്യമായ ധാരണയില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് വരുന്നൊരു കാര്യമാണ് നോക്കിയേ കമ്പ്യൂട്ടർ ആൻഡ് ICT. സോ കമ്പ്യൂട്ടർ ആയിട്ട് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ്, എന്താണ് വേൾഡ് വൈഡ് വെബ്, എന്താണ് ബ്രൗസേഴ്സ്, സെർച്ച് എൻജിൻസ്, പിന്നെ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ആക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കൊക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയാമെന്ന് വിചാരിക്കാം. പക്ഷെ ഓരോ മാർക്കിനും സെറ്റിൽ വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞൊരു സ്കീം നമുക്ക് സെറ്റ് എക്സാമിൽ ഇല്ല. സോ എല്ലാവർക്കും ഒറ്റ ചാൻസിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സെറ്റ് എക്സാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ വായിച്ചു വിടുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചു പോകുമ്പോൾ ഈ ഓരോ ടോപ്പിക്കിനും ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഇപ്പോൾ സൈബർ ലോ നിങ്ങൾക്ക് അറിയില്ല, സൈബർ സെക്യൂരിറ്റി അറിയില്ല. ഇപ്പൊ നമുക്കറിയാം ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോർ പേപ്പർ ഉണ്ടായിരുന്നിരിക്കാം. ഏത് സബ്ജക്ട് എടുത്താലും ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു പേപ്പർ സെക്കൻഡ് സെമിസ്റ്റർ നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. ആ ഇൻഫോർമാറ്റിക്സ് ആ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മൊഡ്യൂളിൽ മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറ്. ദെൻ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ, ഇവിടെ വരുമ്പോൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, PTA ഇൻ മോൾഡിംഗ് സ്കൂൾ ആസ് വെൽ ആസ് ഇൻ ചിൽഡ്രൻ, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയൊക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, ആ സ്റ്റുഡന്റ് ഇങ്ങനൊരു കുരുത്തക്കേട് അല്ലെങ്കിൽ ഒരു പ്രശ്നം കാണിച്ചു, അങ്ങനെയാണെങ്കിൽ ഹൂ വിൽ യു കോൾ ഫോർ റെക്ടിഫിക്കേഷൻ, ഈ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹാവിങ് എനി റോൾ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആവും നമുക്ക് ഇവിടെ കിട്ടുക. ദെൻ ഇന്റർനാഷണൽ ഏജൻസീസ് ആൻഡ് എഡ്യൂക്കേഷൻ, ഏതൊക്കെയാണ് ഏജൻസീസ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള, എന്താണ് അവരുടെ ഗോൾസ്, അവർ എന്തെല്ലാം പ്രോഗ്രാംസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ മൊഡ്യൂൾ 1 തൊട്ട് ഇവിടം വരെ അനലൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫസ്റ്റത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഫുള്ളി ടെക്സ്റ്റ് ബേസ്ഡ് ആണ്. അടുത്ത മൊഡ്യൂൾ വരുമ്പോഴത്തേനും നമുക്ക് എന്താ ചെയ്യാനുള്ളത്, കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ട് കൃത്യമായ ധാരണ വേണം. ദെൻ ഫിലോസഫിക്കൽ
പെർസ്പെക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷനെ പറ്റി നമുക്ക് അറിവുണ്ടാവണം, തിയറീസ് അറിയണം, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന്റെയും ICTയുടെയും റോൾ എന്താണെന്ന് വ്യക്തമായ ധാരണ ഉണ്ടാവണം. നമ്മൾ നോക്കിയായിരുന്നു അല്ലെ യൂണിറ്റ് 1 തൊട്ടുള്ള മൊഡ്യൂൾസ്. ഇപ്പൊ എന്തൊക്കെയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്? ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്സിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് അറിവുണ്ടായിരിക്കണം. ദെൻ കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ട്, കറണ്ട് അഫയേഴ്സിന് ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞു തന്നു. നിങ്ങൾ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദെൻ ഫിലോസഫിക്കൽ തോട്ട്സ്, തിയറീസ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ICTയുടെ റോൾസ്. ഇത് കഴിഞ്ഞാൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻസ്. ഈ 7 ടോപ്പിക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ധാരണയോടുകൂടി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് വേണം? ഒരു ടൈം പ്ലാൻ വേണം. ആ ഒരു ടൈം പ്ലാനെ ബേസ് ചെയ്തൊരു ഷെഡ്യൂൾ വേണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ജനറൽ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ജനറൽ പേപ്പറിന്റെ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി ഈ ജനറൽ പേപ്പറിന്റെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഞങ്ങൾ ഇവിടെ സെറ്റിന്റെ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്, ഫുൾ ടൈം മെന്റർ സപ്പോർട്ട്, അതോടൊപ്പം തന്നെ ഈ നോട്ട്സ്, നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പിക്സിന്റെ എല്ലാം നോട്ട്സ് PDF ഫോമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വീഡിയോ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പോരാത്തതിന് നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും എക്സാംസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങളുടെ സെറ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ജനറൽ പേപ്പറിന് ഞാൻ അഷുറൻസ് തരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്ട് പേപ്പറിനും ഞങ്ങളുടെ ഫാക്കൽറ്റീസ് റെഡിയാണ്. താങ്ക്